ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 10ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലം എന്നിവയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ 21-ാം അധ്യായത്തിൻ്റെ 22 വരെയുള്ള വചനങ്ങളെ ധ്യാനിച്ച് ആ സെക്ഷൻ അവസാനിപ്പിച്ചു. നാം ഈ സെക്ഷനിൽ 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം മുതൽ നമ്മുടെ ചിന്ത തുടരുകയാണ്. 22-ാം അധ്യായത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ പെരുമാറ്റ സംബന്ധമായ 9 നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. 13 മുതൽ 30 വരെ പാതിവ്രത സംബന്ധമായ ചില കുറ്റങ്ങളെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കൂട്ടം കാര്യങ്ങളാണ് 22-ാം അധ്യായത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. സഹോദരൻ്റെ കാളയോ ആടോ തെറ്റി ഒഴുകുന്നത് നീ കണ്ടാൽ അതിനെ വിട്ട് ഒഴിഞ്ഞു കളയാതെ സഹോദരൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കണം. കണ്ടോ, മറ്റൊരിടത്തിലെ കാളയാണ്, അത് എവിടെയോ അങ്ങനെ തെറ്റി നടക്കുകയാണ്, കണ്ടിട്ട് മിണ്ടാതെ പോവുകയല്ല. അതിനെ എന്ത് ചെയ്യണം? ആ കാളയാലും കരുതിയാലും അതിനെ അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ എത്തിക്കുക, നീ സഹായിക്കണം എന്നുള്ളതാണ് ഒന്നാം നിയമം. സഹോദരൻ നിനക്ക് സമീപസ്ഥനല്ല, നീ അവനെ അറിയുകയുമില്ല എന്ന് വരികിൽ അതിനെ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. സഹോദരൻ അതിനെ അന്വേഷിച്ച് വരും വരെ അതിൻ്റെ അടുക്കലിരിക്കണം, പിന്നെ അവന് മടക്കി കൊടുക്കണം. അങ്ങനെ തന്നെ അവൻ്റെ കഴുതയുടെയും വസ്ത്രത്തിൻ്റെയും സഹോദര മക്കളിൽ നിന്ന് കാണാതെ പോയിട്ട് നീ കണ്ടെത്തിയ ഏതൊരു വസ്തുവിൻ്റെയും കാര്യത്തിൽ ചെയ്യണം, നീ ഒഴിഞ്ഞു കളയേണ്ടതല്ല. അപ്പോൾ അതൊക്കെ വളരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുക. ഒരു വസ്തു നഷ്ടപ്പെട്ടു, നമ്മൾ കണ്ടുപെട്ട് കഴിഞ്ഞാൽ അത് മൃഗമായാൽ പോലും നമ്മളതിനെ സൂക്ഷിക്കണം, അവൻ്റെ അടുക്ക് കൊണ്ട് കൊടുക്കണം. ആ മൃഗത്തിൻ്റെ ഉടമസ്ഥനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ ഉടമസ്ഥൻ വരുന്നത് വരെ നമ്മൾ അതിനെ സൂക്ഷിക്കണം. കണ്ടോ, എന്ത് കരുതലോടുകൂടിയാണ് ദൈവം ചില കാര്യങ്ങളെല്ലാം പറയുന്നത്. സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് നീ കണ്ടാൽ വിട്ടൊഴിഞ്ഞു കളയാതെ അതിനെ എഴുന്നേൽപ്പാൻ അവനെ സഹായിക്കണം. ഇനി അതുപോലെ അതിന് എന്തെങ്കിലും ക്ഷീണാവസ്ഥയിലാണെങ്കിലോ അതിനെ ഒന്ന് താങ്ങുവാനായിട്ട് നീ സഹായിക്കണം. പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ എന്നൊരു ദൈവമായ യഹോവയ്ക്ക് വേർപെടണം. അടുത്തത് വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള കാര്യമാണ് അല്ലേ. ഇന്നിപ്പോൾ വസ്ത്രധാരണം കൊണ്ട് നമുക്ക് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. എന്നാൽ വസ്ത്രധാരണത്തിൽ പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കരുത് എന്നുള്ളതായ ഒരു പ്രമാണം വസ്ത്രധാരണത്തെക്കുറിച്ച് പോലും വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആ ഭാഗത്ത് നൽകുകയാണ്. മരത്തിന്മേലും നിലത്തിനെങ്കിലും കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് നീ വഴി വെച്ച് കണ്ടാൽ തള്ളക്കുഞ്ഞുങ്ങളിന്മേലോ മുട്ടകളിന്മേലോ ഇരിക്കുന്നുവെങ്കിൽ നീ കുഞ്ഞുങ്ങളോട് കൂടെ തള്ളയെ പിടിക്കരുത്. നിനക്ക് നന്നായിരിക്കാനും ദീർഘായുസ്സ് ഉണ്ടാകാനും തള്ളയെ വിട്ട് കളയണം, കുഞ്ഞുങ്ങളെടുത്ത് കൊള്ളാം. കണ്ടോ, അതുപോലെ പക്ഷികളുള്ള ഇതിൽ നിലയ്ക്കാണെങ്കിലും അവയെ നശിപ്പിച്ച് കളയാതെ കുഞ്ഞുങ്ങളെടുത്താലും തള്ളയെ വെറുതെ വിടാനാണ് പറഞ്ഞത്. ഒരു പുതിയ വീട് പണിതാൽ നിന്റെ വീട്ടിന് മുകളിൽ വല്ലവനും വേണ്ടിയിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കണമെന്ന് നീ അതിനെ കൈമുതൽ വയ്ക്കണം. വീടിൻ്റെ മുകളിൽ ഭാരപ്പറ്റ് പണിയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത ടെറസ് വീടും വാർക്ക് വീടും ഉണ്ടാകാൻ സാധ്യതയില്ലായിരിക്കും. എന്നാൽ നീ പണിയുന്ന വീടിന് മുകളിൽ ഭാരപ്പറ്റ് പോലും ഉണ്ടാവണമെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ദൈവനമ്പുരാൻ മുൻകൂട്ടി പ്രസ്താവിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? അവിടെ കയറി അതിൻ്റെ മുകളിൽ താഴെ ആരും പോകാതിരിക്കാനായിട്ട്. ഓക്കെ. പിന്നെ നിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത്. അങ്ങനെ ചെയ്താൽ നീ ഇട്ട വിത്തിൻ്റെ വിളവും മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവവും വിശുദ്ധ മന്ദിരം വായിക്കും ചേർന്ന് പോകും. കാളിയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി ഒഴിയരുത്. ആട്ടുരോമവും ചണവും കൂട്ടിക്കളർന്ന് വസ്ത്രം ധരിക്കരുത്. നീ പുതയ്ക്കുന്ന മേലാടിയുടെ 4 കോണിലും പൊടിപ്പുണ്ടാകണം. ഒരു പുരുഷൻ്റെ സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്ന ശേഷം അവളെ വെറുത്ത് ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നാറെ അവൾ കന്യാലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ യുവതിയുടെ അമ്മയപ്പന്മാർ അവളുടെ കന്യാലക്ഷണങ്ങൾ എടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണത്തിൽ കൊണ്ടുചെല്ലണം. യുവതിയുടെ അപ്പൻ മൂപ്പന്മാരുടെ ഞാൻ എൻ്റെ മകളെ ഈ പുരുഷന് ഭാര്യയെ കൊടുത്തു, എന്നാൽ അവനത് അവളുടെ അനിഷ്ടമായിരിക്കുന്നു, ഞാൻ നിൻ്റെ മകളിൽ കന്യാലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി, എന്നാൽ എൻ്റെ മകളുടെ കന്യാലക്ഷണങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പിൽ ആ വസ്ത്രം പുലർത്തണം.
അപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ ആ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം. അവൻ ഇസ്രായേലിൽ ഒരു കന്യകയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതിനാൽ അവർ അവനെ കൊണ്ട് 100 വെള്ളിക്കാശ് പിഴച്ച് യൂതിയുടെ അപ്പന് കൊടുക്കണം. അവൾ അവന് തന്നെ ഭാര്യയായിരിക്കണം. അവൻ തൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. എന്നാൽ യുവതിയിൽ കന്യാലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ അവർ യുവതിയെ അവളുടെ അപ്പൻ്റെ വീട്ടുവാതിൽ കൊണ്ടുപോയി ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചു അപ്പൻ്റെ വീട്ടിൽ വെച്ച് വിഷദോഷം ചെയ്യുകൊണ്ട് അവളുടെ പട്ടണക്കാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇനി നിങ്ങളുടെ ഇടയിൽ ദോഷം നീക്കിക്കളയണം. ഒരു പുരുഷൻ്റെ ഭാര്യയെ സ്ത്രീയോട് കൂടെ ഒരുത്തൻ ശയിക്കുന്നുണ്ടാൽ സ്ത്രീയോട് കൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോട് ശയിച്ചാൽ യുവതി പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായകൊണ്ടും പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരായ്മ വരുത്തിയത് കൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദോഷം നീക്കിക്കളയണം. എന്നാൽ വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന യുവതിയെ ഒരുത്തൻ വയലിൽ വെച്ച് കണ്ടു ബലാത്കാരം ചെയ്തു അവിടെ ശയിച്ചാൽ പുരുഷൻ മാത്രം മരണശിക്ഷ അനുഭവിക്കണം. യുവതിയോട് ഒന്നും ചെയ്യരുത്, അവൾക്ക് മരണയോഗ്യമായ പാപമില്ല. ഒരുത്തരും കൂട്ടുകാരന് നേരെ കയർത്ത് അവനെ കൊല്ലുന്നത് പോലെ അത്രേ ഈ കാര്യം. വയലിൽ വച്ചല്ലോ അവളെ കണ്ടെത്തിയത്. യുവതി നിലവിളിച്ചാലും അവളെ രക്ഷിപ്പാൻ ആളില്ലായിരുന്നു. വിവാഹനിശ്ചയം കഴിയാത്ത കന്യയായ ഒരു യുവതിയെ ഒരുത്തൻ കണ്ട് പിടിച്ചവളോട് ശയിക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവളോട് കൂടെ ശയിച്ച പുരുഷൻ യുവതിയുടെ അപ്പന് 50 വെള്ളിക്കാശ് കൊടുക്കണം. അവൾ അവൻ്റെ ഭാര്യയാകുകയും വേണം. അവൻ അവൾക്ക് ഒരാഴ്ച വരുത്തിയല്ലോ. അവന് തൻ്റെ ആഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. അപ്പൻ്റെ ഭാര്യ ആരും പരിഗ്രഹിക്കരുത്, അപ്പൻ്റെ വസ്ത്രം നീക്കുകയും വരുത്. വിവിധ നിലകളുള്ളതായ നിയമങ്ങളെ കൊണ്ടാണ് 22-ാം അധ്യായം ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. 23-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 23-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രതിവാദ വിഷയം എന്നുള്ളത് ഈ സഭയിൽ അല്ലെങ്കിൽ അവരുടെ ആലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചുള്ള വിവരണമാണ് 23-ാം അധ്യായത്തിൽ. ഷണ്ണനോ ചിന്നലിംഗനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. കൗലടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവൻ്റെ 10-ാം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഒരു അമോനിനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന് എതിരേൽക്കായിക കൊണ്ട് ശവിപ്പാൻ അവർ മെസൊപ്പൊത്താമിലെ പെദോരിൽ നിന്ന് ബെയോറിൻ്റെ മകനായ ബിലിയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചതുകൊണ്ട് തന്നെ. എന്നാൽ ബിലിയാമിനെ ജീവ കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. കണ്ടോ ദൈവത്തിൻ്റെ പ്രവർത്തിനെങ്കിൽ നിന്റെ ദൈവമായ യഹോവ എന്ത് ചെയ്യാണ്? നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആര് കുത്തിയിരുന്ന് മുരിഞ്ഞിരുന്ന് പ്രാഗി എന്ന് പറഞ്ഞാലും ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞത് ആ അനുഗ്രഹങ്ങൾ ആ ശാപങ്ങളെ നമുക്ക് കർത്താവ് അനുഗ്രഹങ്ങളാക്കി മാറ്റുകയാണ്. കണ്ടോ നമ്മുടെ ദൈവം നമ്മുടെ ശാപങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയ ദൈവമാണ്. അയാൾ നിൻ്റെ ആഷ്കാലത്ത് ഒരിക്കലും അവരുടെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുത്. ഏദോമിനെ വെറുക്കരുത്, അവൻ നിൻ്റെ സഹോദരനല്ലോ. മിസ്രൈമിനെ വെറുക്കരുത്, അവൻ്റെ ദേശത്തെ പരദേശിയായിരുന്നുവല്ലോ. നീ അവൻ്റെ ദേശത്തെ പരദേശിയായിരുന്നുവല്ലോ. 3-ാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് യഹോവയുടെ സഭയിൽ പ്രവേശിക്കാം. ശത്രുക്കൾക്ക് നേരെ പാളയമിറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളണം. രാത്രിയിൽ സംഭവിച്ച കാര്യത്താൽ അശുദ്ധനായി തീർന്ന ഒരുത്തൻ നിങ്ങളിൽ ഉണ്ടായിരുന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകണം, പാളയത്തിനകത്ത് വരരുത്. സന്ധ്യയാകുമ്പോൾ അവൻ വെള്ളത്തിൽ കുളിക്കണം. സൂര്യൻ അസ്തമിച്ചിട്ട് അവന് പാളയത്തിനകത്ത് വരാം. ബാഹ്യത്തിന് പോകുമ്പോൾ നിനക്കൊരു സ്ഥലം പാളയത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം. നിൻ്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം. ബാഹ്യത്തിലിരിക്കുമ്പോൾ അതിനാൽ കുഴിച്ചതിൻ്റെ വിസർജനം മൂടിക്കളയണം. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കൾ നിനക്ക് ഏൽപ്പിച്ചിരുവാനും നിൻ്റെ പാളയത്തിന് മധ്യ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകളാതിരിപ്പാൻ നിൻ്റെ പാളയം ശുദ്ധിയുള്ളവരായിരിക്കണം. കണ്ടോ അവരെ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും വിസർജ്യ വസ്തുക്കളെ അത് മൂടി സൂക്ഷിക്കുക എന്നുള്ളതായ ഒരു പ്രമാണം കൊടുക്കുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞു, നിൻ്റെ ദൈവമായ യഹോവ പാളയത്തിന് നടക്കുമ്പോൾ നിൻ്റെ പാളയത്തിൽ വൃത്തികേട് കണ്ടിട്ട് നിന്നെ വിട്ടകലാതിരിപ്പാൻ നിൻ്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പോൾ ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മിൽ വൃത്തികേട് കാണാതെ അല്ലെങ്കിൽ മാലിന്യം കാണാതിരിക്കാനായി നമ്മൾ സൂക്ഷിക്കുക. എന്താണ് അത് നമ്മൾ വിട്ടുപോകുവാൻ അത് കാരണമായി തീരുന്നതുകൊണ്ട് നമ്മെ സൂക്ഷിക്കുക, ചുറ്റുപാടുകളെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. അതേ ചുറ്റുപാടുകളേക്കാൾ ഉപരിയായി നമ്മെ സൂക്ഷിപ്പാൻ നമുക്ക് ശ്രദ്ധിക്കാം. യജമാനെ വിട്ടതിൻ്റെ അടുക്കൽ ശരണം പ്രാപിക്കുന്ന ദാസനെ യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. കണ്ടോ ഈ പ്രമാണം നമുക്കറിയാം. ഒരിക്കൽ
ഫിലോമോൻ്റെ വീട്ടിൽ നിന്ന് ഒനോസിമസ് ഓടിപ്പോയി. പിന്നെ പൗലോസ് കണ്ടുമുട്ടി. പൗലോസ് കണ്ടുമുട്ടിയ ശേഷമായിട്ട് ഒനോസിമസിന് വേണ്ടി ഒരു കത്തൊക്കെ എഴുതി കൊടുത്ത് ഫിലോമോൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഇവരുടെ പ്രമാണം എന്താണെന്ന് വെച്ചാൽ, യജമാനെ വിട്ട് ഒരു ദാസൻ നിൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ നീ അവനെ പിന്നെ ചെയ്ത് അവൻ്റെ യജമാൻ്റെ അടുക്കലേക്ക് മടക്കി വിടരുത് എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമങ്ങൾ പഠിക്കുമ്പോൾ അവനോട് നിരപ്പ് പ്രാപിച്ച് അവനോട് ക്ഷമിച്ച് അവനെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൾ നിങ്ങളുടെ ഇടയിൽ നിൻ്റെ പട്ടണങ്ങളെ ഏതെങ്കിലും തനിക്ക് ബോധിച്ചെടുത്ത് നിന്നോട് കൂടെ പാർക്കട്ടെ, അവനെ ഞെരുക്കം ചെയ്യരുത്. ഇസ്രായേൽ പുത്രിമാരിൽ ഒരു വേശ്യ ഉണ്ടാകരുത്, ഇസ്രായേൽ പുത്രിമാരിൽ പുരുഷവേദനക്കാരനുണ്ടാകരുത്. വേശ്യയുടെ കൂലിയും നായയുടെ വിലയും നിൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരുത്. ഇവ രണ്ടും നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. പണത്തിനോ ആഹാരത്തിനോ വായ്പ കൊടുക്കുന്ന യാതൊരു വസ്തുവിനും സഹോദരനോട് പലിശ വാങ്ങരുത്. ഉണ്ടോ? ഇവിടെ പലിശയുടെ കാര്യമൊക്കെ ഇന്ന് ഭയങ്കര ഇതാണല്ലേ. പലപ്പോഴും പലിശയ്ക്ക് കൊടുത്തിട്ട് കാശ് തിരിച്ച് കിട്ടാൻ കഴിയാണ്ട് അയ്യം വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലിശ മുഖിച്ച് പോകുന്നതാണ്. എന്നാൽ പലിശ വാങ്ങരുതാണ് പ്രമാണം ഉണ്ടായിരുന്നത്. അന്യനോട് പലിശ വാങ്ങാം, എന്നാൽ നീ കൈവശമാക്കുവാൻ ചില ദേശത്ത് നീ തൊടുന്നതിലൊക്കെയും നിരതീയമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സഹോദരനോട് പലിശ വാങ്ങരുത്. നിരതീയമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അടുത്തൊരു കാര്യമാണ്, നമ്മളൊരു തീരുമാനം ദിവസം എടുത്തു കഴിഞ്ഞാൽ നേർന്നാൽ നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിരതീയമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായിരിക്കും. നേരാതിരിക്കുന്നത് പാപമാകുകയില്ല. എന്നാൽ നിന്റെ നാവുമേൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വായ്കൊണ്ട് പറഞ്ഞ സമയദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നപോലെ നിവർത്തിക്കുകയും വേണം. ഇവിടെ നമ്മളെല്ലാവരും പറ്റുന്ന ഒരു വലിയ പരാജയമാണിത്. ചാടിക്കയറും നേരും നേർന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും ചെയ്യാറില്ല, പാലിക്കാറില്ല. നേരാതിരിക്കുന്നത് പാവമായിട്ട് കണക്കാക്കുന്നില്ല. നേർന്നത് നിവർത്തിക്കാതെ ഇരുന്നാൽ പാവമാകും. നമ്മളൊക്കെ ചാടിക്കയറി തീരുമാനം എടുക്കുന്നതിന് മുമ്പേ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ചിലർ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ ഒരുപാട് പേര് പല തീരുമാനം കൊടുക്കും. പ്രത്യേകിച്ചും നമ്മുടെ ഡിസംബർ 31 ആണ്ടർ യോഗം നടത്തുന്ന സ്ഥലങ്ങൾക്ക് എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കണേ. അതിൻ്റെ പിറ്റേ ഡിസംബർ 31 എന്താ പറയുക, കഴിഞ്ഞ കൊല്ലം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഈ കൊല്ലം ചെയ്യും അല്ലേ. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി പാടുന്ന പല പുള്ളികളുമുണ്ട്. എന്നാൽ നമ്മളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, അത് പാലിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. നിങ്ങൾ നേരത്തില്ലേ, ഒരു കുഴപ്പമില്ല, ഇത് നേരത്തെ ചോദിക്കില്ല. പക്ഷെ നേർന്നാൽ, തീരുമാനമെടുത്താൽ ആ തീരുമാനം പാലിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അത് പാലിക്കാതെ വരുമ്പോൾ അത് നിങ്ങൾക്ക് പാപമായി കണക്കാക്കുമ്പോൾ വചനം വചനം പറഞ്ഞത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഓക്കെ. കൂട്ടുകാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടംപോലെ മുന്തിരിപ്പഴം തൃപ്തിയാവണം നിനക്ക് തിന്നാം, എങ്കിൽ നിൻ്റെ പാത്രത്തിലിടരുത്. ഇത് ഈ അറബി ദേശത്ത് ഞാൻ പോയിട്ടില്ല, കേട്ടറിവാണ്. അവിടെ ഇഷ്ടംപോലെ ഈന്തപ്പഴമുണ്ട്. ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും വായ്പക്ക് തിന്നാം. കെട്ടിച്ചൊന്ന് കൊണ്ടുവരുന്ന അങ്ങനെ ഒരു സംഭവം അവിടെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ പറയാം, നിനക്ക് മുന്തിരിത്തോട്ടത്തിൽ പോകുമ്പോൾ പച്ച തിന്നാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, പാത്രത്തിലിട്ട് കൊണ്ടുപോകാൻ പാടില്ല. കൂട്ടുകാരൻ്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിര് പറിക്കാം, എങ്കിലും കൂട്ടുകാരൻ്റെ വിളവിൽ അരിവാൾ വയ്ക്കരുത്. ആ പോകുന്ന വഴി 4 എടുത്ത് തിരുമണന് കുഴപ്പമില്ല, പക്ഷെ അതെന്ത് ചെയ്ത് കൊയ്ത് കൊണ്ടുപോകാനുള്ള വരരുത്. 24-ാം അധ്യായം പ്രവേശിക്കുന്നു. 24-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത്, 24-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിവാഹമോചനം, പുനർവിവാഹം എന്നുള്ളതാണ്. അതിൽ 24-ാം അധ്യായത്തിന് 5 മുതൽ 25-4 വരെ, 24-ൻ്റെ 1 മുതൽ 4 വരെ വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെയുള്ള വിവരങ്ങളാണെങ്കിൽ, 24-ൻ്റെ 5 മുതൽ 25-4 വരെ പലവിധ സാമൂഹിക നിയമങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വലുതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷനും ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ ഭാര്യയായിട്ട് എടുത്ത് രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവൾ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിനെ അവൾ അശുദ്ധിയായ ശേഷം
പിന്നെയും ഭാര്യയെ പരിഹരിച്ചുകൂടാ. അത് യഹോവയുടെ ഭാഗം ഏർപ്പാകുന്നു. ദൈവമായ യഹോവ നിനക്ക് അവകാശം തരുന്ന ദേശം ഈ പാപം കൊണ്ട് മലിനമാക്കരുത്. കണ്ടോ, ദൈവം നിനക്ക് തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. അത് ഈ പുരുഷനും സ്ത്രീ തമ്മിലുള്ള ബന്ധമുള്ള പറയുന്നതെങ്കിൽ തന്നെയും അതൊരു പ്രമാണമായിട്ട് എടുക്കുക. അതാണ് നമ്മൾ മലിനമാകാതെ സൂക്ഷിക്കുക. ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്. അവൻ്റെ മേൽ യാതൊരു ഭാരവും വയ്ക്കരുത്. അവനൊരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്ന് താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. തിരികല്ലാകട്ടെ അതിൻ്റെ മേൽക്കല്ലാകട്ടെ ആരും പണയം വാങ്ങരുത്. അത് ജീവനെ പണയം വാങ്ങുകയല്ലോ. ആരെങ്കിലും നല്ല സഹോദരന്മാരായ ഇസ്രായേൽ മക്കളിൽ ഒരുത്തിനെ മോഷ്ടിച്ച് അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിലയ്ക്ക് വൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. എന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. കുഷ്ഠരോഗത്തിൻ്റെ ബാധകാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരിക്കാനും ലേവ്യരായ പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് പോലെയൊക്കെയും ചെയ്യുവാനും ജാഗ്രതയായിരിക്കണം. ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക. കൂട്ടുകാരൻ എന്തെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ അവനെ പണയം വാങ്ങുവാൻ വീട്ടിനകത്ത് കിടക്കരുത്. നീ പുറത്തു നിൽക്കണം. വായ്പ വാങ്ങിയവൻ പണയം നിന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരണം. അവൻ ദരിദ്രനാകുന്നു എങ്കിൽ നീ അവൻ്റെ പണയം കൈവശം വെച്ചുകൊണ്ട് ഉറങ്ങരുത്. അവൻ തൻ്റെ വസ്ത്രം പുതച്ചുറങ്ങി നിന്നെ അനുഗ്രഹിക്കുന്നതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയം നീ അവനെ മടക്കി കൊടുക്കണം. അതിൻ്റെ ദൈവമായ യഹോവയുടെ ഭാഗം നിനക്ക് നീതിയായിരിക്കും. പണയം വാങ്ങുന്നതിലും ഒക്കെ നമ്മൾ ഇടപെടുന്നതായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിനൊരു പ്രമാണമുണ്ട്. വിശേഷാൽ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിലാണ് ഈ പ്രമാണങ്ങളെല്ലാം നൽകുന്നത്. അവരുടെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം അവരെ ശ്രദ്ധിച്ചിരുന്നു. അവരെല്ലാ നിലകളിലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനായി വേണ്ടി എത്രയോ കൽപ്പനകൾ അവർ കൊടുത്തിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിൽ ഉള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അന്നേക്ക് കൊടുക്കണം. കണ്ടോ, വ്യവസ്ഥകൾ പറയാം. അവൻ്റെ കൂലി അന്നേക്ക് കൊടുക്കണം. അത് വെച്ചോണ്ടിരിക്കരുത് അല്ലേ. പിന്നെ അടുത്തെന്താണ്? സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനോ അവൻ നിനക്ക് പാവമായി തരുവാനും ഇടവരരുത്. നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങി വെച്ചിട്ട് കഴിഞ്ഞ ശേഷമായിട്ട് നമുക്ക് വിരോധമായിട്ട് അവൻ ദൈവത്തിൽ നിലവിളിച്ചാൽ അത് നമുക്ക് എന്തായാലും പാവമായി തരും. അപ്പം മറ്റൊരുവൻ്റെ നിലവിളി നമുക്ക് ദോഷമായി വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നുള്ള ഒരു വലിയ ശ്രദ്ധയിലിരിക്കുകയാണ്. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. കണ്ടോ, ഇവിടെ സാധാരണ ചില പറയില്ലേ, അപ്പന്മാർ ചെയ്തതിന് പകരം മക്കൾ അനുഭവിക്കണം പറയുമ്പോൾ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താന്താൻ്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം. താന്താൻ്റെ പാപം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിക്ക് അവനവനതൊക്കെ പ്രതിഫലമെന്ന് വചനം പറഞ്ഞത് അല്ലേ. നാം ഓരോരുത്തരും ദിവസം ചെയ്ത കാര്യങ്ങൾ നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ നീതിപീഠത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നാണ് ഇവിടെ പറയും. താന്താൻ്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം. പരദേശിയുടെയും അനാഥൻ്റെയും ന്യായം മറച്ചു കളയരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങുമരുത്. നീ മിസ്രൈമിൽ അടിമയായിരുന്നു എന്നും ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നും ഓർക്കണം. അതുകൊണ്ടാവുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോന്നാൽ അതിനെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. ഒലിവൃക്ഷത്തിന് ഫലം തല്ലുമ്പോൾ കൊമ്പ് തല്ലി പറിക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നീ മിസ്രൈം ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ടാകുന്നു ഇക്കാര്യത്തിനോട് കൽപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കരുതുന്ന അനാഥനെ, പരദേശിയെ, വിധവകളെയൊക്കെ കരുതുന്ന ദൈവം അവരുടെ പ്രമാണത്തിൽ പോലും അവരോടുള്ള കരുതലോടുള്ള പ്രമാണമായിരുന്നു. അടുത്ത 25-ാം അധ്യായം നമുക്കറിയാം. 25-4 വരെ ഈ ഇതുപോലെ സാമൂഹിക നിയമങ്ങളാണ്. 25-ൻ്റെ 5 മുതൽ 10 വരെ ദേവര വിവാഹ നിയമങ്ങളാണ്. 25-ൻ്റെ 11 മുതൽ 19 വരെ 3 പ്രത്യേക നിയമങ്ങൾ. അങ്ങനെയാണ് 25-ാം അധ്യായത്തിലെ മുഖ്യ പ്രതിവാദ വിഷയങ്ങൾ. മനുഷ്യർ തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കുറ്റക്കാരനെ അടിക്ക് യോഗ്യനാകുന്നെങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടുപ്പിക്കണം. 40 അടി അടുപ്പിക്കാം. അതിൽ കവിയരുത്. കവിഞ്ഞടുപ്പിച്ചാൽ സഹോദരൻ്റെ കണ്ണിനെ നിന്ദിനായി തീർന്നിരിക്കും. കാളം മതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. സഹോദരന്മാർ ഒന്നിച്ച് പാർക്കുമ്പോൾ
അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചു പോയാൽ മരിച്ചവൻ്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തനും ആകരുത്. ഭർത്താവിൻ്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയെ പരിഗ്രഹിച്ച് അവളുടെ ദേവരധർമ്മം നിവർത്തിക്കണം. മരിച്ചുപോയ സഹോദരൻ്റെ പേർ ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കുന്നതിന് പ്രസവിക്കുന്ന ആദ്യയാതിനെ അവൻ്റെ പേർക്ക് കണക്ക് കൂട്ടണം. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ ദേവരന് തൻ്റെ സഹോദരൻ്റെ പേർ ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല എന്ന് എന്നോട് ദേവധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സിലായെന്ന് പറയണം. അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സിലായി എന്ന് അവൻ ഗണ്ണിച്ച് പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ്റെ ഭാര്യ മൂപ്പന്മാർ കാണുകയും അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി സഹോദരൻ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം. ചെരുപ്പ് അഴിഞ്ഞവൻ്റെ കുടുംബം എന്ന് ഇസ്രായേലിൽ ഒരു കുടുംബത്തിന് പേര് പറയും. പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരുത്തൻ്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമെന്ന് അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ കൈ നീട്ടി അവൻ്റെ ഗുപ്താംഗം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം. അവളോട് കനിവ് തോന്നരുത്. നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ 2 തരം പടി ഉണ്ടാകരുത്. നിന്റെ വീട്ടിൽ മുറുക്കവും ഇളപ്പവുമായ 2 തരം പറയും ഉണ്ടാകരുത്. ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘാശ്വസിരിക്കണമെന്ന് നിനക്ക് നിന്റെ പടി ഒത്തതും ന്യായമായതുമായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം. ഈ വകയിൽ അന്യായം ചെയ്തവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. കള്ളത്തുലാസ് തട്ടിപ്പ് വെട്ടിപ്പുള്ള അളവുകളൊന്നും പാടില്ല എന്നർത്ഥം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമോലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ച് തളർന്നു ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെയും സംഭരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലിക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നു പോകരുത്. അത് നമ്മൾ 26-ാം അധ്യായം വരികയാണ്. 26-ാം അധ്യായം വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് ആചാരങ്ങളും സ്ഥിരീകരണവുമാണ് അതിൻ്റെ ഉള്ളടക്കം. അല്ല 26-ൻ്റെ 1 മുതൽ 11 വരെ ആദിബലം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ 26-ൻ്റെ 12 മുതൽ 15 വരെ 3-ാം വർഷ ദശാംശം സംബന്ധിച്ചുള്ള വിവരണങ്ങളുമാണ്. 26-ൻ്റെ 17 മുതലുള്ള വചനങ്ങൾ ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ്. അങ്ങനെ 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ആചാരങ്ങളും സ്ഥിരീകരണങ്ങളും, ആദിബലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, 3-ാം വർഷ ദശാംശം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഉടമ്പടിയുടെ സ്ഥിരീകരണം. ഇങ്ങനെയാണ് 26-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. നമുക്ക് നോക്കാം. എൻ്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തീർന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ എൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിൻ്റെ നിലത്തിൽ നിന്നുണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദിഫലം കുറേശ്ശെ എടുത്ത് ഒരു കുട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അന്നുള്ള പുരോഹിതൻ്റെ അടുക്കൽ നീ ചെന്ന് അവനോട് നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു എന്ന് പറയണം. പുരോഹിതനാക്കൂട്ട് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടതെന്നാൽ എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമിനായിരുന്നു. ചുരുക്കം പേരോടുകൂടി അവൻ മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെന്നു. പരദേശിയായി പാർത്തു. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. എന്നാൽ മിസ്രയീമ്യർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു. അപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു. എൻ്റെ കഷ്ടതയും പ്രയാസവും ഞെരുക്കും കണ്ട് യഹോവ ബലമുള്ള കയ്യാലും നീട്ടിഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രയീമിൽ പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. കണ്ട് അവിടെ വളരെ അവരുടെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നന്മകളെ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അത് ഓർക്കണം എന്നുള്ള കാര്യം മാത്രമാണ്. അവിടെ അതേസമയം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാചകം, യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചു, യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അത്ഭുതങ്ങളോടും കൂടി ഞങ്ങളെ മിസ്രയീമിൽ വിടുവിച്ചു. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? ദൈവം കഷ്ടതയും നമ്മൾ നിലവിളി കേൾക്കുന്നവനാണ്. നമ്മുടെ കഷ്ടതയും പ്രയാസത്തെയും ഞെരുക്കത്തെയും കാണുന്നവനാണ്, വിടുവിക്കുന്നവനാണ്. ഇന്ന് ഈ പാഠം പഠിക്കുമ്പോഴും വ്യക്തിപരമായ ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്ന വ്യക്തികളുണ്ടായിരിക്കാം. പ്രശ്നങ്ങളും ആവശ്യങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത് വിശ്വസിക്കേണ്ട കാര്യം, നമ്മുടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്,
സഹായിക്കുന്നവനാണ്, നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. വിശ്വാസാൽ നാം അവനെ അനുഗമിക്കുന്നെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കാണാൻ ഇടയായിത്തീരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് കഷ്ടതയും പ്രയാസമെല്ലാം ഉണ്ടെങ്കിലും വിശ്വാസത്തിൽ അവനെ സേവിക്കാം, നിശ്ചയമായി അതിനെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. യഹോവേ, നീ എനിക്ക് തന്നുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. നിന്റെ ദൈവമായ യഹോവ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവിനും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം. നന്മ കിട്ടുമ്പോൾ നമുക്ക് മാത്രമുള്ള സന്തോഷമല്ല, അത് മറ്റുള്ളവർക്കും കൂടെ അവകാശപ്പെട്ട സന്തോഷമാണെന്ന് മനസ്സിലാക്കുവാൻ ആ നിലകളിൽ മനസ്സിലാക്കി കാണിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദശാംശം എടുക്കുന്ന കാലമായ 3-ാം സംവത്സരത്തിൽ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് ലേവിനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തൃപ്തിയാമണ്ണും തിന്മാൻ കൊടുത്തു. തീർന്ന ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടതെന്നാൽ, നീനോട് കൽപ്പിച്ചുള്ള കൽപ്പന പ്രകാരമൊക്കെ ഞാൻ വിശുദ്ധമായതിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവിനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല. കണ്ടോ, മാറ്റി വയ്ക്കേണ്ടതും കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു വെക്കണം. നമുക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ അതിനെടുത്ത് തിന്നാൻ പാടില്ല. അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട. ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ, ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാനായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർന്നിട്ട് കൊടുക്കുക എന്നുള്ളതല്ല, അതുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ അനുഭവിക്കുക. കഷ്ടവും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തിനുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. അത് നല്ലൊരു പാഠമായി കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ ദുഃഖത്തിൽ ഞാനതിൽ നിന്നൊന്നും നല്ല അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിലൊന്നും നീക്കി വെച്ചിട്ടില്ല. മരിച്ചവനെ അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല. ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ച പോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു. നിന്റെ വിശുദ്ധവാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിന്റെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളെ പിതാക്കന്മാരുടെ സത്യം ചെയ്തതുപോലെ ഞങ്ങളുടെ ദേശമായ പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ. ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ ദൈവമായ യഹോവ എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണം. യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. യഹോവ അരുളി ചെയ്തതുപോലെ നീ അവനെ സ്വന്തം ജനമായി സകല കൽപ്പനകളും പ്രമാണിച്ചു നടക്കുമെന്നും ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്നും നിന്റെ വാം വഴി വാങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളിൽ കേൾക്കുന്നതായ പ്രമാണങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്? അനുസരിക്കാനുള്ളതാണ്. ഓരോ പ്രാവശ്യവും ഓരോ സെക്ഷനും വചനം പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ട്, കുറവുകളെ കണ്ട് മനസ്സിലാക്കുവാനായിട്ട്, അവ ഏറ്റുപറയാൻ, ഉപേക്ഷിപ്പാൻ, ഒരു പടിയും കൂടെ ദൈവത്തോട് അടുപ്പാൻ എല്ലാം ഇത് കാരണമായി തീരട്ടെ. നമ്മൾ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, തന്ന ശിക്ഷണെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. ഒടുവിലായിട്ട് വചനങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കുന്നത് മുഴുവൻ ഞങ്ങൾ അനുസരിക്കാനുള്ളവരാകയാൽ ഞങ്ങൾ അനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗ്ഗം സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന പഠനമെല്ലാം ജീവിതത്തിലെ ക്രമീകരണത്തിനും തിരുത്തലുകൾക്കും കാരണമായി തരുവാൻ, തന്മുഖാന്തരം അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, യേശുക്രിസ്തു മാത്രമുള്ള നിത്യജീവനെ അവകാശമായി തരുവാൻ ഞങ്ങൾ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്ത വലിയ കൃപയ്ക്കായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സെക്ഷനിൽ പങ്കെടുത്തതിനായി നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.